ഇന്ന് ഡ്രീം പ്രോപ്പർട്ടി നിൽക്കുന്നത് നമ്മുടെ പോത്തൻകോട് ടൗണിനടുത്ത് ഒരു മോഡേൺ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന 5.5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കിടുക്കാച്ചി വീടിൻ്റെയാണ്. അതിൻ്റെ ഔട്ട്ഫിറ്റ് നോക്കണമെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈല്, അതിനകത്ത് കളർ കോമ്പിനേഷനൊക്കെ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. LED വാൾ ലൈറ്റ് എല്ലാ കാര്യങ്ങളും വീടിന് നല്ലൊരു ലുക്ക് നൽകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മുറ്റത്ത് തന്നെ 2 വണ്ടി ഇടാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഇനി ഉള്ളിലെ വിശേഷത്തിലേക്ക് കയറാം. ഒരുപാട് പ്രത്യേകതകൾ, പല വീടിനെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഏകദേശം ഒരു 10-20 ദിവസത്തെ പണിയും കൂടി നമുക്ക് ഇതിനകത്ത് ബാലൻസ് ഉണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല നൈസ് ഇൻറ്റീരിയറിൽ തന്നെ ഒരു TV യൂണിറ്റ്, നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് ഒരു ലിവിങ് സ്പേസ്. ആ ലിവിങ് സ്പേസിനോട് ചേർന്ന് ഒരു കോട്ടയാട് സ്പേസ്, പാഷ്യൂ ആയിട്ട് ഒരു അടിപൊളി സ്പേസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കവേർഡ് ആയിട്ടുള്ള ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെല്ലാം അവർ പൂർത്തിയാക്കി കിടുക്കാഴ്ചയായിട്ട് ചെയ്യും. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് സ്പേസ്, അതിന് നേരെ എതിർവശത്ത് ഡൈനിങ് സ്പേസ് ഉണ്ട്. ആ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി ഒരു മോഡേൺ, അത്രയും വലിയ മോഡേൺ അല്ലെങ്കിൽ പോലും ഒരു അത്യാവശ്യം ലെവലിലുള്ള ഒരു കിച്ചൺ സ്പേസ്, അതും നല്ല അടിപൊളിയായിട്ട്, വർക്കൊക്കെ നല്ല അടിപൊളിയാണ്. അതിൻ്റെ ബോർഡ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ കിഡിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ബാക്കിൽ അവർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് 4 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. നമുക്ക് അവിടുത്തെ ആദ്യത്തെ ഒരു ബെഡ്റൂമിലേക്ക് കിടക്കാം. ഇതിനകത്ത് ബെഡ്റൂമിലേക്ക് കിടക്കുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. അതിനകത്തൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫിറ്റിങ്സിൽ തന്നെ ഒരു ബാത്റൂമും നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ സ്റ്റെയറൊക്കെ ഒരു വുഡിൻ്റെ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു എലഗൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു ലക്ഷറി ലുക്ക് തന്നെ നൽകുന്നുണ്ട്. ഇവിടെ ഗ്ലാസ്സൊക്കെ ഇടാനുണ്ട്. അവരിപ്പം ഗ്ലാസിൻ്റെ വർക്ക് ഈ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യും. മുകളിലും ഇതേപോലെ നല്ലൊരു സ്പേസ് ഉണ്ട്. ഇതിനകത്ത് ഏകദേശം ടോട്ടൽ ഒരു 4 ബാൽക്കണി സ്പേസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഹോളിൽ നിന്ന് തന്നെ ഒരു ബാൽക്കണി അവർ ചെയ്തിട്ടുണ്ട്. അതും നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ്. ഇവിടെ ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട് അവർ ക്ലിയർ ആക്കി ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്കും ഒരു ബാൽക്കണി സ്പേസ്, ഫ്രണ്ടിലും ഒരു ബാൽക്കണി സ്പേസ് ഇട്ടിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല ഒരു ബാൽക്കണി സ്പേസ് അവർ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂമിൽ നിന്നും ഇതിൽ നിന്നൊരു ബാൽക്കണി ഉണ്ട്. നമുക്ക് മുകളിലത്തെ റൂമിൽ നിന്ന് തന്നെ ഇവിടെ നിന്നും ഇറങ്ങാനൊരു ബാൽക്കണി സ്പേസ് അവരിട്ടിട്ടുണ്ട്. അതും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ ഇത്രയും സ്പേസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. മുകളിലും 2 ബെഡ്റൂം എന്ന് പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ സ്പേസ്, ഇവിടെയും നമുക്കൊരു ബാൽക്കണി ചെയ്ത് സ്റ്റെയർ ഏരിയയിലേക്ക് ഇറങ്ങാനൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നല്ല ഒരു മോഡേൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീടിന്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് 79 ലക്ഷം രൂപയാണ്. അതായത് ചെറിയൊരു ബഡ്ജറ്റിൽ തന്നെ ഒരു നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു വീട്, അതാണ് അവരുടെ ഒരു അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനം. ഈ വീട് നമ്മുടെ പോത്തൻകോട് ടൗണിനായിട്ട് ഏറ്റവും നിയറായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇതേപോലുള്ള ഒരുപാട് ഡിസൈനും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.